അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് അമറാത്ത് ഹില്ലിൻ്റെ മുകളിലാണ്, ആ ചുരത്തിൻ്റെ മുകളിൽ. നമ്മൾ സാധാരണ ചിക്കൻ ചൂടാനൊക്കെ വന്നതിൻ്റെ അടുത്താണ്. അവിടുന്ന് മുകളിലേക്ക് ചിക്കൻ ചൂടാകുമ്പോൾ ഇത്ര ഹൈറ്റിൽ വന്നിട്ടില്ല. അവിടുന്ന് അന്ന് പറഞ്ഞു, അന്ന് രാത്രിയാണ് എനിക്ക് കയറാൻ പറ്റില്ല, അവിടെ സാധനങ്ങളൊക്കെ കൊടുന്ന് വെച്ച കാരണം. അപ്പോൾ അന്ന് പറഞ്ഞ ഒരു ദിവസം ഇതിൻ്റെ മുകളിൽ കയറുമെന്ന്. ഡേയിൽ വന്ന കാരണം സുഖമായിട്ട് കയറാൻ പറ്റും, സുഖമായിട്ട്. ഇത് കണ്ടില്ലേ, മസ്കറ്റ്സ് ഡേ വ്യൂ, കടലി. ഹായ് ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ അമറാത്ത് ഹില്ലിൻ്റെ ഡേ വ്യൂ. നമ്മൾ നൈറ്റ് വ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ചിക്കൻ ചൂടിലൊക്കെ ഉണ്ടായിരുന്നു. ഇത് അടിപൊളി, നല്ല രസമാണ്. ഒരു പ്രത്യേകത, രാത്രി കാണുമ്പോൾ രാത്രി വെളിച്ചം നല്ല രസമുണ്ട്. അത് വേറൊരു വൈബാണ് രാത്രി. പകല് കാണുമ്പോൾ ഇതൊക്കെ രാത്രി കണ്ട വെളിച്ചം നല്ല രസമായിരുന്നു. പിന്നെ അവിടെ കണ്ടില്ല രാത്രി ഒരു സാധനം, അതാണ് നമ്മളെ മാൾ ഓഫ് ഒമാൻ. എക്സ്പ്രസ് ഹൈവേയുടെ സൈഡിൽ, അത് എക്സ്പ്രസ് ഹൈവേ ആണ് പോണത് കേട്ടോ. അതിൻ്റെ സൈഡിൽ കാണാം മാൾ ഓഫ് ഒമാൻ. പിന്നെ മസ്കത്ത് എയർപോർട്ട് ആ ഭാഗത്ത് വരുന്നത് ക്ലിയർ ഇല്ല, അത് മങ്ങിയതാണ്. മസ്കത്തിൻ്റെ വ്യൂ അടിപൊളി. ഇനി നമ്മൾ ഒരു ദിവസം ചിക്കൻ ചുട്ട ഏരിയ ഇതാണ് കേട്ടോ. കച്ചറകൾ ഉണ്ട്, ചെറിയ ചെറിയ കച്ചറകളൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. എന്നാലും ഓൾമോസ്റ്റ് കുറേ ക്ലിയറാണ്, ക്ലീൻ ആയിട്ടുണ്ട്. ചിക്കൻ്റെ പീസുകളൊക്കെ കാണാം. പിന്നെ ഈ നെറ്റിൻ്റെ അടിയിൽ കിടക്കുന്നത് എടുക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും ആരും എടുത്തിട്ടില്ല. വണ്ടികളൊക്കെ കയറി വരണമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കയറണം എന്നൊരാഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നൈറ്റായ കാരണം ഒന്ന് കയറാൻ പറ്റിയില്ല. അപ്പോൾ ഡേയിൽ കയറി നോക്കി നോക്കാം. ഇവിടെയൊക്കെ നെറ്റടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, അപ്പുറത്തേക്ക് കല്ലുകളൊന്നും ഉരുണ്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതാ കയറാനൊക്കെ പറ്റുള്ളൂ, സിമ്പിളായിട്ട് കയറാം. അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നോക്കാണ്ടിരുന്നാൽ മതി. സൈഡിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കിളി പോവും. അതുകൊണ്ട് നേരെ തന്നെ നോക്കിയിട്ട് കയറുമ്പോൾ കുഴപ്പമില്ല. ഇവിടെ വഴി കാണുന്നുണ്ട്. ഇത് നമ്മൾ നാളെ പാലക്കാട് വീഴുമലയിൽ പോയൊരു ഫീൽ വരുന്നുണ്ട്. കയറുമ്പോൾ ആ കതപ്പും ലാസ്റ്റ് കയറിയൊരിത്. ഇവിടെയൊക്കെ ഇതിൻ്റെ മുകളിലൊക്കെ ചിക്കൻ ചുട്ടിട്ട് കേട്ടോ ആൾക്കാർ. ഓ കയറി. വാ, we got it. Got it. We got it. മോനെ, ഇത് അമറാത്തിലേക്ക് പോണ വഴി. ഇത് നമ്മളെ മസ്കത്ത് സൈഡ്. ഓക്കെ, ഇത് അവിടെ ആ ചുരം കയറിയിട്ട് വണ്ടികൾ ചുരം കയറിയിട്ട് അങ്ങനെ വരും. ഇതിൻ്റെ അപ്പുറത്ത് കൂടെ അങ്ങനെ ഈ ഗ്യാപ്പിൽ കൂടെ അങ്ങനെ നേരെ ഇതുവഴി അമറാത്തിലേക്ക് പോകും. വാ, സൂപ്പർ വ്യൂ കേട്ടോ, അടിപൊളി. ചെറിയൊരു മങ്ങിച്ചുണ്ട്, എന്നാലും സൂപ്പറാണ്. നമ്മൾ വന്നിട്ടുണ്ടായിരുന്ന സ്ഥലത്ത് അവിടെ നിൽക്കുന്നുണ്ടല്ലോ, അവിടം വരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നുള്ളതാണ്. കയറ്റം കുഴപ്പമില്ലാത്തൊരു കയറ്റമാണ്. ഇപ്പോൾ ഇറങ്ങാനും കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. പക്ഷെ കച്ചറകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ നോക്കി ഓരോരുത്തർ കൂടെ കച്ചറ ഇട്ട് വെച്ചേക്കുന്നത് എന്ത് കാര്യം ഉണ്ടെന്നൊരു ഐഡിയ ഇല്ല. പിന്നെ അതിൻ്റെ ബാക്കിൽ കാണുന്ന ആ റോഡ് ഉണ്ടല്ലോ, അതാണ് ചുരം കയറി ഇങ്ങനെ വന്ന് നേരെ അമറാത്തിലേക്ക് പോണ വഴി. നമ്മൾ അമറാത്തിലേക്ക് പോകാൻ പോകുന്നു. അപ്പോൾ വരുന്ന വഴി ഇവിടെ കയറി നോക്കാം. അതിൻ്റെ സൈഡിൽ നിന്ന് ഒരു കട്ടിങ് ഉണ്ട്. ആ കട്ടിങ്ങിലാണ് വണ്ടികൾ ഇപ്പുറത്ത് കയറി. ഒരു വണ്ടി വരെ കാണാൻ പറ്റും അവിടെ. ആ വഴി അങ്ങനെ വന്നാലാണ് നമുക്ക് ഈ വ്യൂ പോയിന്റിൽ എത്താൻ പറ്റും. ഡേ ആയ കാരണം നമുക്ക് കറക്റ്റ് എല്ലാ വിഷ്വലും കറക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാം കറക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇനി അടുത്ത സ്ഥലത്തൊന്ന് പോട്ടെ കേട്ടോ. അപ്പോൾ അവർ എൻ്റെ ബ്രദേഴ്സാണ്. അവർ വന്നുള്ളത് അലൈനിൽ നിന്ന് വന്നുള്ളതാണ്. അപ്പോൾ അവരൊക്കെ ഇത് കാണിച്ചു കൊടുത്തിട്ട് അവർ ഇന്ന് തന്നെ തിരിച്ച് പോവും. പെരുന്നാളിന് വന്നുള്ള മിനിയാന്ന് വന്നുകൊണ്ട് അവർ. അപ്പോൾ ഞങ്ങൾ സോഹാറിലായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് കറക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ മസ്കത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെ കോട്ടയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അവരായിട്ട് അടുത്ത സ്ഥലത്ത് പോകണം.
ഓക്കെ. ഇനി ഇവിടെ ഒന്ന് ചുറ്റി കാണിച്ചു കൊടുക്കണം ഇന്ന് വൈകുന്നേരം വരെ. എന്നിട്ട് വീണ്ടും സൊഹാർ. അവിടുന്ന് അങ്ങനെ നാളെ അവർ അലീനി പോകും. മറ്റന്നാൾ ഡ്യൂട്ടി ഉണ്ടല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി അടുത്ത് അവിടെ പോയിട്ട് കാണാം. അല്ല, അപ്പം ഇനി ഇറങ്ങണം. ഇവിടെ കുപ്പികളൊക്കെ ഉടച്ചിട്ടുണ്ട്. കാല് സ്ലിപ്പാവേണ്ടിരുന്നു. ഇറങ്ങുമ്പോൾ ഒരു പേടി, സ്ലിപ്പാവുമോ. പക്ഷെ കയറുമ്പോൾ ഒരു കുഴപ്പമില്ല. അതെല്ലായിടത്തും ഉള്ള സംഭവം തന്നെയാണല്ലോ. എവിടെയും കയറുമ്പോൾ കുഴപ്പമുണ്ടാവില്ല, ഇറങ്ങുമ്പോൾ മാത്രമേ പേടി ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു ചെറിയ പേടി സ്ലിപ്പാകുമ്പോൾ. കാരണം താഴെ നോക്കിക്കഴിഞ്ഞാൽ കൊക്കയാണ് കാണാൻ. കൊക്ക അഗാധമായ കൊക്ക. പക്ഷേ സംഭവം വീഴൊന്നുമില്ല കേട്ടോ, നമ്മളെ പേടിയാണ്. ഇത് കയറി വരുമ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് സുഖമായിട്ട് കയറി വന്ന് ഇറങ്ങുമ്പോൾ ഇവിടെയൊക്കെ ചവിട്ടുമ്പോൾ ഒരു പേടി, സ്ലിപ്പാവുമോ. അവരവിടെ നല്ല ഫോട്ടോഷൂട്ടിലാണ് കേട്ടോ. എന്തൊക്കെയോ അടിപൊളി ഫോട്ടോഷൂട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. തകർക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഗൈസ്, ഇതാ ഇതിന് മുകളിലെ പച്ചപ്പ് വരുന്നു. ഞങ്ങളിതാ വരുന്നു. എന്താ ഇവിടെ നിന്ന് ചുരത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇതിൽ അധികം പോരുത്, ഡേഞ്ചറാണ്. ഇവിടെ നെറ്റൊക്കെ ഇട്ട് കല്ലും ഇതൊന്നും ഇടിയാതിരിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് കമ്പി നെറ്റ് കെട്ടിയിട്ട് സെറ്റാക്കി വെച്ചു. ഇവിടെ നിന്ന് ചിക്കൻ ചുട്ടായിരുന്നു. നമ്മളന്ന് ചിക്കൻ ചുട്ട ഏരിയ ഇതാണ്. പിന്നെ അതിൻ്റെ താഴത്തും ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ലൊരു സ്പോട്ടാണ്. നമ്മളെ വണ്ടി ഇവിടെ എടുക്കുന്നുണ്ട്. ഓരോരുത്തർ വന്നിട്ട് വണ്ടിയൊക്കെ ഇട്ട് ഇവിടെ വരെ വണ്ടി വരും. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് കയറണം. ഇനി ഞാൻ വീഴാതെ താഴെ എത്തലാണ് എൻ്റെ ടാസ്ക്. കെട്ടിമറിഞ്ഞ് വീഴാതെ താഴെ എത്തണം. കുഴപ്പമില്ലാതെ ഇവിടം വരെ എത്തി എന്ന് വിചാരിക്കുന്നു. ഇവിടം വരെ എത്തി. ഓക്കെ ഗൈസ്, ഹായ് ബ്രോസ്, എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളി. ഇവിടെയാണ് അല്ലേ? കാരണം സത്യം പറയാല, ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് വന്ന് ഒമാനില് വന്ന് ഇപ്പൊ മസ്കറ്റിക്ക് എത്തി നമ്മള്. ശരിക്കും എന്താണ് ഒമാന് അല്ലെങ്കിൽ എന്താണ് മസ്കറ്റ് എന്ന് അറിയണത് ഇപ്പോഴാണ് അല്ലേ? കാരണം ഈ ഒരു വ്യൂ, കാരണം നമുക്ക് ഇപ്പൊ യു എയിൽ പോയി നീച്ചാലുണ്ട്. ഇപ്പൊ റാസൽ ഖൈമ, നമ്മളിവിടെ റാസൽ ജബൽ ജയ്സ് പോയി കഴിഞ്ഞാലും ജബൽ അഫീത്ത് പോയി കഴിഞ്ഞാലും കിട്ടാത്തൊരു വ്യൂ ഉണ്ട്. പ്രത്യേകം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ സിറ്റിയും കാണാം, നമുക്ക് കടലും കാണാം. അതാണ് അടിപൊളി. അതിന്റെ പ്രത്യേകതയാണ്. പിന്നെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഇതില് അതാ മങ്ങിയിട്ട് കാണുന്നുണ്ട്, ചെറിയ മങ്ങിയിട്ട് കാണുന്നുണ്ട്. പക്ഷെ വേറെ പ്രത്യേകത ഉണ്ട്. ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഒമാനിലെ തന്നെ ഏറ്റവും വലിയ ഗ്രാൻഡ് മോസ്ക് കാണാൻ പറ്റും. പക്ഷെ മങ്ങിയിട്ടാണ് കാണുന്നത്. അല്ല, ആ കാണുന്നതാണ് ഗ്രാൻഡ് മോസ്ക്. ഈ വ്യൂല് കാണുന്നുണ്ട്. അതെ, കാരണം വെച്ചാലേ നമ്മളിപ്പോ ജബൽ അഫീത്ത് ജബൽ ജയ്സ് കയറുമ്പോ നമുക്ക് ഒരുപാട് ദൂരം കയറി വരാനുണ്ട്. റൗണ്ട് ചെയ്ത് പക്ഷെ ഇത് അത്ര ഹൈറ്റ് ഇല്ല കേട്ടോ. തികച്ച് കയറിണ്ടാവില്ല 2 കിലോമീറ്റർ. അതിന്റെ അത്ര ഹൈറ്റിലേക്ക് അതിനെക്കാട്ടി വലിയ വ്യൂ ആയിട്ട് തോന്നുന്നു. നല്ലൊരു വ്യൂ, സിറ്റി വ്യൂ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. ശരിക്ക് നമ്മളെ മസ്കറ്റിന്റെ വ്യൂ കറക്റ്റ് കാണാൻ പറ്റും. എന്നാലും ഒന്നുകൂടെ വെളിച്ചുണ്ടെന്നുണ്ട്. രാത്രി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാണ്ടല്ലോ സ്പോട്ട് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം വെച്ചാൽ അധികം ആൾക്കാർ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ഒരു ഹിഡൻ സ്പോട്ട് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇത് ഒരു സൈൻ ബോർഡോ ഒന്നുമില്ല, എന്നിട്ട് വരാൻ കറക്റ്റ് വഴി. യൂട്യൂബിൽ നമ്മൾ തന്നെ ചിലപ്പോൾ ആദ്യമായിട്ട് ഇടണ്ടായിരിക്കും തോന്നുന്നു അല്ലേ? പറയാൻ പറ്റില്ല, ഒരുപാട് പേര് അറിയില്ല. ഇവിടെ ഒമാനിൽ തന്നെ ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, അറിയണമെന്നില്ല. മസ്കത്ത് ബേസ് ചെയ്തിട്ട് ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്. അപ്പോൾ ഇട്ടുണ്ടായിരിക്കും, നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ഓക്കെ, എന്നാലും പിന്നെ കാണാത്തവരുണ്ടെങ്കിൽ ഈ സ്പോട്ട് വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഇത് കറക്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന സ്പോട്ടാണ്. നമ്മൾ സാധാരണ പോയിട്ടുള്ള സ്പോട്ട് തന്നെയാണ്. എക്സ്പ്രസ് ഹൈവേ നേരെ അമറാത്തിലേക്ക് പോകണം. മസ്കത്തിൽ നിന്ന് അമറാത്തിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ട്. അമറാത്ത് ഹില്ല് കയറിയിട്ട് ഈ ഹില്ല് കയറി ചുരം കഴിഞ്ഞ് കുറച്ചും കൂടെ എത്തുമ്പോഴത്തേനും ഒരു 200 മീറ്റർ എത്തുമ്പോഴത്തേനും റൈറ്റ് സൈഡിലേക്ക് ഒരു ചെറിയൊരു ഗ്യാപ്പ് റോഡ് കാണാൻ പറ്റും, ഒരു ഓഫ് റോഡ് പോലെ. അവിടെ സൈൻ ബോർഡോ കാര്യങ്ങളൊന്നുമില്ല. അതുവഴി അങ്ങനെ കയറി വരണം.